ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. HR ഇന്നോവേഷനിലെ പൈസ അടിച്ചു മാറ്റിയ കുട്ടി നേതാവ് മുനവർ എറണാകുളത്ത് വെച്ച് ഹൈറിച്ചിൻ്റെ ഗുണ്ടകൾ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ വേണം, ചില ആൾക്കാരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മുടെ അയ്യൂബ് സാർ ഒരു വോയിസിൽ കേട്ടത്. അയ്യൂബ് സാറിൻ്റെതായ വോയിസ് കേട്ടത് ചില ആൾക്കാരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ അയ്യൂബല്ല, നമ്മുടെ മുനവറിനെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് കാണാനില്ലായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ശ്രീമതി ശ്രീനാ പ്രതാപനുമായിട്ട് ചോദിച്ചപ്പോൾ ശ്രീനാ പ്രതാപൻ പറഞ്ഞത്, മുനവർ ഇപ്പോൾ ക്രിക്കറ്റ് കളിയാണ്, അവൻ്റെ പെങ്ങളുടെ കല്യാണമൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പം ക്രിക്കറ്റ് കളിച്ച് ഇനി IPL കയറുമെന്ന് അറിയില്ല. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാനെന്നാണ് പറഞ്ഞത്. ക്രിക്കറ്റ് കളിക്കുന്നു, അവൻ്റെ വട്ടച്ചെലവിനുള്ള പൈസ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ആൾക്കാർ പറയുന്നത് അവനിപ്പോൾ എന്തോ ഗോൾഡിൻ്റെ ബിസിനസ് ചെയ്യുകയാണ് എന്നാണ്. അവൻ വലിയ ഗോൾഡ് ട്രേഡിംഗ് നടത്തുകയാണ് പോലും. ഗോൾഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വല്ല ജ്വല്ലറി ആണോ, കള്ളക്കടത്താണോ എന്നൊക്കെ. എന്നാൽ അല്ല. ഇപ്പോൾ ഗോൾഡിൻ്റെ പേരിലും ക്രിപ്റ്റോയുടെ പേരിലും ഒക്കെയാണ് പുതിയ കാലത്തെ മണി ചെയിനുകൾ അരങ്ങേറുന്നത്. അപ്പോൾ പുതിയ കാലത്തെ മണി ചെയിനായ ഗോൾഡ് ട്രേഡിങ്ങിലാണ് നമ്മുടെ മുനവർ സാറിൽ ഇപ്പോൾ ഉള്ളത്. 50,000 നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5,000 വെച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും. 50,000 കൊടുത്തു കഴിഞ്ഞാൽ 5,000 വെച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ 1,00,000 നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 10,000 നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. 2,00,000 ആണെങ്കിൽ നമ്മൾ വിചാരിക്കും 2,00,000-ന് 20,000 അല്ലേ കിട്ടേണ്ടത് എന്ന്. പക്ഷേങ്കിലല്ല, 2,00,000-ന് 30,000 നമുക്ക് റിട്ടേൺ കിട്ടുക. അപ്പോൾ ഓർക്കുക, 50,000-ന് 5,000, 1,00,000-ന് 10,000, 2,00,000 കൊടുക്കുമ്പോൾ നമുക്ക് 30,000 റിട്ടേൺ കിട്ടുന്ന ഗോൾഡ് ട്രേഡിംഗ് ആണ്. ഒരാളെ ചേർക്കുക, നിങ്ങൾ ചേരുക, അതിനുശേഷം നിങ്ങൾ 2 ആളെ ചേർക്കുക, 2 ആൾ 4 ആളെ ചേർക്കുക. അങ്ങനെ ചേർന്ന് എല്ലാവരും മണി ചെയിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ കോടിപതിയായി മാറും. അപ്പോൾ എന്തായാലും ഇതൊക്കെ അധികകാലം ഉണ്ടാവില്ല. അങ്ങനെ ആർക്കെങ്കിലും പൈസ കടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മണി ചെയിനിൽ ചേരുക എന്നുള്ളതാണ്. അപ്പോൾ പെർത്ത് ഇന്ത്യ കമ്പനി എന്നാണ് പേര്, പെർത്ത് ഇന്ത്യ കമ്പനി. അപ്പോൾ ഇതൊക്കെയാണ് മുനവർ സാർ ചെയ്യുന്നത്. ഇതൊന്നും ഇവന്മാരൊന്നും ഇനി ഒരു കാലത്തും നേരാമണ്ണമില്ല ജോലിയോ ബിസിനസ്സോ ചെയ്തിട്ട് ജീവിക്കില്ല. ഇവന്മാരൊക്കെ പഠിച്ചുപോയി. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബൈ.